Today we discuss about equation reducible to separable form by substitution. Certain first order differential equations are not separable but can be separable by simple substitution, which can be illustrated by examples. First example is solve the differential equation 2x minus 4y plus y in plus 5 into y dash plus x minus 2y plus 3 equal to 0. Solution: given that 2x minus 4y plus 5 into y dash plus x minus 2y plus 3 equal to 0, that is 2x minus 4y 2 outside എടുക്കുക. അപ്പോൾ 2 into x minus 2y plus 5 into y dash plus x minus 2y plus 3 equal to 0. Put it as equation 1. Then we put x minus 2y equal to u. Then differentiating both sides with respect to x. Xൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെത് 1 കിട്ടും. 1 മൈനസ് 2 ഇൻറ്റു വൈനെ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു വൈൻ്റെ ഡിഫറൻസിയേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു യുവിൻ്റെ ഡിഫറൻസിയേഷൻ ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സ്. ദെൻ റീഅറേഞ്ച് ചെയ്യുന്നു, ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം. 2 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് വരും. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1 മൈനസ് ഡി യു ബൈ ഡി എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഡി വൈ ബൈ ഡി എക്സിന് പകരം 1/2 ഇൻറ്റു 1 മൈനസ് ഡി യു ബൈ ഡി എക്സ് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ എക്സ് മൈനസ് 2yക്ക് നമ്മൾ കൊടുത്ത യുവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് equation 1 implies 2 into y plus 5 into y dash. Y dash equal to 1/2 into 1 minus du by dx plus y plus 3 equal to 0. 2u plus 5 into 1/2 into 1 minus du by dx plus u plus 3 equal to 0 എന്ന് വരും. Rearrange the equation. We get 1/2 into 2u plus 5 into 1 minus du by dx equal to minus u minus 3. 2u plus 5 into 1 minus du by dx equal to 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മൈനസ്, അതുപോലെ ഇതിൻ്റെ അകത്ത് മൈനസിനെ ഔട്ട് സൈഡിൽ എടുത്തപ്പോൾ മൈനസ് ഓഫ് യു പ്ലസ് 3യും ഈ 2നെ ഇപ്പുറത്തേക്കും കൊണ്ടുവരാം. അപ്പോൾ മൈനസ് 2 ഇൻറ്റു യു പ്ലസ് 3 എന്ന് കിട്ടും. ദെൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2u plus 5 മൈനസ് ഓഫ് 2u plus 5 ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു യു പ്ലസ് 3 എന്ന് വരും. മൈനസ് ഓഫ് 2u plus 5 ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണെങ്കിൽ മൈനസ് 2u മൈനസ് 5, അതുപോലെ ഇതിനെ minus 2u minus 6. Then minus 2u minus 2u, that is equal to minus 4u minus 6 minus 5 equal to minus 11. Then minus outside എടുക്കുകയാണെങ്കിൽ minus of 4u plus 11 വരും. മൈനസും മൈനസും ക്യാൻസൽ ചെയ്യാം. 2u plus 5 into du by dx equal to 4u plus 11 വരും. സെപ്പറേറ്റിംഗ് ദ വേരിയബിൾസ് വി ഗെറ്റ്, അതായത് യുവിനെ ഒരു ഭാഗത്തും അതുപോലെ എക്സിനെ ഒരു ഭാഗത്തേക്കും കൊണ്ടുവരിക, സെപ്പറേറ്റ് ചെയ്യുക, വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുക. 2u plus 5 divided by 4u plus 11 into du equal to dx. Then actual division ചെയ്യാം. 2u plus 5 divided by 4u plus 11നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാ ഡിവിഷൻ ചെയ്യാം. 2u plus 5 divided by 4u plus 11. 2uയിൽ എത്ര 4u ഉണ്ടെന്ന് നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. 1/2 into 4u equal to 2u plus 1/2 into 11 equal to 11/2. ദെൻ സബ്സ്ട്രാക്ട് ചെയ്യുക. സാധാ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ പ്രോസസ്. അപ്പോൾ 5 minus 5/2 ദാറ്റ് ഈസ് ഈക്വൽ ടു minus 1/2. 2u minus 2u equal to 0. Then 2u plus 5 divided by 4u plus 11 is written as 1/2 plus minus 1/2 divided by 4u plus 11 എന്ന് എഴുതാൻ പറ്റും. അതായത് 2u plus 5 divided by 4u plus 11 നമുക്ക് 1/2 plus minus 1/2 into 4u plus 11. അതായത് നമ്മൾ ഡിവിഷൻ്റെ പ്രോസസ്സ് പഠിച്ചിട്ടില്ലേ, പി ബൈ ക്യൂ എന്നുള്ളതിൻ്റെ ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പി ബൈ എസ് എന്ന് പറയുന്ന ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഷ്യൻ്റ് ആയിട്ട് ക്യൂ കിട്ടും, റിമൈൻഡർ ആയിട്ട് ആറും കിട്ടിയാൽ ഈ പി ബൈ എസ്സിന് നമുക്ക് ക്യൂ പ്ലസ് ആർ ബൈ എസ് എന്ന ഫോമിലേക്ക് എഴുതാൻ പറ്റും. അത് വെച്ചിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് 1/2 പ്ലസ്
minus 1 by 2 divided by 4u plus 11 into du. That is equal to dx എന്ന് എഴുതാം. Then 1 by 2 common ആണ് outside എടുത്തു 1 by 2 into 1 minus 1 divided by 4u plus 11 into du equal to dx. Then integrate. Integrating on both sides with respect to ഇവിടെ വിത്ത് റെസ്പെക്ട് ടു യുവിനും ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ 1 by 2 ഇൻറ്റു 1 മൈനസ് 1 by 4u plus 11 du ഈക്വൽ ഇൻറ്റഗ്രൽ ഡി എക്സ്. ദെൻ 1 by 2 കോൺസ്റ്റൻ്റ് ആണ് ഔട്ട് സൈഡിൽ എടുത്തു. ഇൻറ്റഗ്രൽ ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു യുവിൽ യു വരും. അതുപോലെ 1 by 4u plus 11 ഇൻറ്റഗ്രൽ 1 by x എന്ന് പറയുന്ന ഫോമുല ഉള്ളത്. 1 by x നമുക്ക് ഇൻറ്റഗ്രൽ അറിയാം, ലോഗ് എക്സ് ആണ്. അതുകൊണ്ട് 1 by 4u plus 11 ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് ഓഫ് 4u plus 11 ഡിവൈഡഡ് ബൈ 4u plus 11ന്റെ ഡിഫറൻസിയേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അതുപോലെ ഇൻറ്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇൻറ്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് സി. അപ്പോൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തതാണ് ഇവിടെ ഉള്ളത്. 1 by 2 ഇൻറ്റു യു മൈനസ് ലോഗ് ഓഫ് 4u plus 11 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു എക്സ് പ്ലസ് സി. ദെൻ ഈ 1 by 2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 1 by 2 2 ഇൻറ്റു എന്നാവുന്നു. അപ്പോൾ യു മൈനസ് 1 by 4 into log of 4u plus 11 equal to 2 into x plus c എന്നാവും. Then 2x plus 2c. 2c is again a constant. Then we write c. 2c equal to c എന്ന് എടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു 2x plus c എന്ന് കിട്ടുന്നു. അപ്പോൾ u minus 1 by 4 into log of 4u plus 11 equal to 2x plus c എന്ന് വരുന്നു. Then നമ്മൾ യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത് x minus 2y ആണ്, അത് റീറൈറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, യുവിൻ്റെ വാല്യൂ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ യുവിന് എക്സ് മൈനസ് 2y കൊടുത്തു. മൈനസ് 1 by 2 ഇൻറ്റു ലോഗ് ഓഫ് 4u ഈക്വൽ ടു എക്സ് മൈനസ് 2y പ്ലസ് 11 ഈക്വൽ ടു 2x പ്ലസ് സി. ദിസ് ഈസ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2x² ഇൻറ്റു dy ബൈ dx ഈക്വൽ ടു ടാൻ ഓഫ് x²y² മൈനസ് 2xy². ഇതും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറബിൾ ഫോമിലല്ല ഉള്ളത്, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. അപ്പം given that 2x² into dy by dx equal to tan of x²y² minus 2xy². Then put x²y² equal to u. x²y²ന് u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x² y². അപ്പോൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. വൈയും എക്സ് എന്ന് പറയുന്ന എക്സിലുള്ള ഫംഗ്ഷനാണ്, അതുകൊണ്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പം x² ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ് y² ഡിഫറൻസിയേഷൻ 2y ഇൻറ്റു വൈൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ dy ബൈ dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ x² ഡെറിവേറ്റീവ് 2x ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു എക്സ് du ബൈ dx. Then rearrange the equation. 2x² into dy by dx equal to du by dx minus 2xy². Substituting this in equation 1. ഇക്വേഷൻ 1ൽ ഈ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇക്വേഷൻ 1 ഇംപ്ലൈൻസ് നമുക്ക് 1ലുള്ളത് 2x² dy by dx ആണ്. 2x² dy by dx ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂ ഉണ്ട് du by dx മൈനസ് 2xy² ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം du by dx മൈനസ് 2xy² ഈക്വൽ ടു ടാൻ ഓഫ് x²y². അപ്പം ടാൻ ഓഫ് u മൈനസ് 2xy², അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ മൈനസ് 2xy² മൈനസ് 2xy² ക്യാൻസൽ ചെയ്തു. du by dx ഈക്വൽ ടു ടാൻ u. ദെൻ സെപ്പറബിൾ ഫോമിലേക്ക് എഴുതാം. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുക, യു ഒരു സൈഡിലും എക്സ് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. du by tan x ഈക്വൽ ടു dx എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഇസ് എ വേരിയബിൾ സെപ്പറബിൾ ഫോം. ദെൻ ഇൻറ്റഗ്രേറ്റ്. ഇൻറ്റഗ്രൽ ഓഫ് du by tan u ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് dx. ദെൻ 1 by tan u എന്ന് പറയുന്നത് cot u ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് cot u du ഈക്വൽ ടു ഇൻറ്റഗ്രൽ dx എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം ഇൻറ്റഗ്രൽ ഓഫ് cot u എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos u ഡിവൈഡഡ് ബൈ sin u ആണ്. നമുക്കറിയാം sin uവിന് ഇവിടെ u എന്ന് sin uവിന് ഒരു x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് sin xന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് cos x dx എന്ന് വരും. അപ്പം sin uവിന് ഒരു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ sin uവിൻ്റെ ഡിഫറൻസിയേഷൻ cos u du എന്ന് വരും. അപ്പം dx ഈക്വൽ ടു cos u du എന്ന് വരും. അപ്പം ഈ cos u duവിന് പകരം നമുക്ക് dx എന്ന് അപ്ലൈ ചെയ്യാം. അപ്പം dx ഡിവൈഡഡ് ബൈ എക്സ് എന്ന ഫോമിലായി, ദാറ്റ് ഈസ് log x. അപ്പം എക്സിനെ വീണ്ടും റിപ്ലേസ് ചെയ്താൽ log ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ sin u കൊടുത്തപ്പോൾ log ഓഫ് sin u പ്ലസ് സി. ഇത് നിങ്ങൾ +2 തന്നെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലാതെ റിസൾട്ട് ഓർമ്മയില്ലെങ്കിൽ ഇതുപോലെ കണ്ടുപിടിക്കാം.
അപ്പോൾ ലോഗ് ഓഫ് മോഡ് സൈൻ യു പ്ലസ് സി. അപ്പോൾ കോട്ട് യുവിന് പകരം നമുക്ക് ലോഗ്, അതായത് ഇൻറ്റഗ്രൽ ഓഫ് കോട്ട് യു എന്ന് പറയുന്നത് ലോഗ് മോഡ് സൈൻ യു എന്ന് കിട്ടും. ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ഡി എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ്, ഇൻറ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് സി. അപ്പോൾ ലോഗ് ഓഫ്, ദെൻ റീപ്ലേസിങ് യു ബൈ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ലോഗ് ഓഫ് സൈൻ of u equal to x square y square equal to x plus c, which is the general solution. Next question, solve the initial value problem dy by dx equal to y minus x divided by y minus x minus 1 with initial condition y of minus 5 equal to minus 5. അതിൽ തന്നെ നമുക്ക് കിട്ടിയാൽ ഇത് സെപ്പറബിൾ ഫോമിലാണോ നോക്കാം. സെപ്പറബിൾ ഫോമിലല്ലെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇത് ഡയറക്റ്റ് ആയിട്ട് സെപ്പറബിൾ ഫോമിലല്ല ഉള്ളത്, കാരണം എക്സ് ഒരു വശത്തും വൈ ഒരു വശത്തും ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ സെപ്പറബിൾ ഫോമിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ അതിനെ സെപ്പറബിൾ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് മൈനസ് 1. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് വൈ മൈനസ് എക്സ് ഈക്വൽ ടു യു. Put y minus x equal to u. Then differentiate with respect to x. Differentiate with respect to y dash, that is dy by dx minus differentiation of x, that is equal to 1, differentiation of u with respect to x, that is equal to u dash. Then y dash equal to 1 plus du dash എന്ന് എഴുതാൻ പറ്റും. Therefore the given differential equations become, given differential equation നമുക്ക് തന്നിട്ടുള്ളത് y dash equal to y minus x divided by y minus x minus 1. y dash equal to നമുക്കിപ്പം കിട്ടി 1 plus u dash. അപ്പം y dashന് പകരം 1 plus u dash സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ y minus xന് പകരം u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 1 plus u dash equal to u divided by u minus 1 എന്ന് കിട്ടും. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 plus u dash equal to u divided by u minus 1. Then 1 ഈ സൈഡിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ യു ഡാഷ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് യു ഡിവൈഡഡ് ബൈ യു മൈനസ് 1 എന്ന് കിട്ടും. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് യു മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് 1 പ്ലസ് യു ഡിവൈഡഡ് ബൈ യു മൈനസ് 1. മൈനസ് യു പ്ലസ് യു ക്യാൻസൽ. Therefore we get 1 by u minus 1 equal to du by dx. This is the variable separable form. Separate the variable u minus 1 into du equal to dx എന്ന് എഴുതാൻ പറ്റും. വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ് വി ഗെറ്റ് ഇന്റഗ്രൽ ഓഫ് യു മൈനസ് 1 du ഈക്വൽ ടു ഇന്റഗ്രൽ du. ദെൻ ഇന്റഗ്രൽ ഓഫ് യു du ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആൻഡ് ഇന്റഗ്രൽ ഓഫ് du ഈക്വൽ ടു യു. The integral of dx equal to x plus integrating constant c. Then replace u by y minus x. Therefore the solution becomes y minus x all square divided by 2 minus of y minus x equal to x plus c. This is the general solution. Now the particular solution to applying initial condition. Initial condition is y of minus 5 equal to minus 5. That means x equal to minus 5 and y equal to minus 5. Substitute x equal to minus 5 and y equal to minus 5 in equation 1. Therefore equation 1 becomes y ക്ക് minus 5 കൊടുക്കുന്നു. minus 5 minus of x equal to minus 5 all square divided by 2 minus of y equal to minus 5 minus x equal to minus 5 equal to x equal to minus 5 plus c. Minus 5 plus 5 equal to 0, minus 5 plus 5 equal to 0 equal to minus 5 plus c. അപ്പോൾ 0 equal to minus 5 plus c എന്ന് കിട്ടുന്നു. Implying c equal to 5. Then c ന്റെ വാല്യൂ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. We get the particular solution, which is the unique solution. Therefore y minus x all square divided by 2 minus of y minus x equal to x plus 5. c ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ റീഅറേഞ്ച് ചെയ്യുന്നു. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനെന്ത് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. y മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് 2 ഇൻറ്റു y മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എക്സ് പ്ലസ് 5 ഈക്വൽ ടു y മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2y പ്ലസ് 2x ഈക്വൽ ടു 2x പ്ലസ് 2 ഇൻറ്റു 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 10. 2x cancel. y minus x square x all square minus 2y equal to 10. This is the unique solution of the given initial value problem.